യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ് ഉടമയായ സുരേഷ് കല്ലട പോലീസിന് മുന്നിൽ ഇന്നും ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്ന് സുരേഷ് കല്ലട അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ സുരേഷ് കല്ലടയോട് തൃക്കാക്കര ACP നിർദ്ദേശിച്ചു. മോസിന വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. മോസിന, ഇന്നും അദ്ദേഹം ഹാജരാകില്ല എന്ന കാര്യത്തിൽ ഉറപ്പായോ? എന്താണ് അതിന് പറയുന്ന കാരണം? സായികുമാർ ഇന്നും ഹാജരാകില്ല എന്ന് തന്നെയാണ് ACP നൽകുന്ന അറിയിപ്പ്. അത് ഇന്നലെ മാറാട്ട് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കല്ലടയുടെ പറഞ്ഞിരുന്നു. ഇന്നലെ ഹാജരായില്ല. ഇന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കാരണം തിരുവനന്തപുരത്ത് ചികിത്സയിലാണ്, അത് കാരണം ഹാജരാവാൻ കഴിയില്ല എന്നാണ് സുരേഷ് കല്ലട പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. ACP ആണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ ACP നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായി. കേസിൽ 7 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി പരാതികൾ കല്ലടയ്ക്കെതിരെ ഉയർന്ന സാഹചര്യത്തിൽ കേസിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ 29-ന് സുരേഷ് കല്ലടയോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്ന് ഹാജരാകില്ല എന്ന് തന്നെ തീർത്ത് പറയാം. ACP ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. നിലവിൽ ഹാജരാവില്ല. റൈറ്റ്, മോസിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗതാഗത മന്ത്രി തിരുവനന്തപുരത്ത് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അങ്ങേയറ്റം അപലപനീയമായ നിലപാടാണ് കല്ലട ബസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്ന ചെറുപ്പക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സന്ദർഭത്തിനൊത്ത് ഉയർന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കേസ് ചാർജ് ചെയ്യുകയും ഇതിനോടകം അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും 7 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ അവരെ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസ് പ്രത്യേകം കൈകാര്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണറെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മർദ്ദനവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുടെ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടി. അതിനിയും കൂടുതൽ മൊഴിയുടെയും മറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പ്രതി ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള ധാരണ. മറ്റൊന്ന്, ഈ പരാതികൾക്കെല്ലാം സംഭവങ്ങൾക്ക് എല്ലാം ഇടയായിട്ടുള്ളത് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന വാഹനങ്ങൾ ഒരു നിയമ നടപടികളും പാലിക്കാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങൾ തന്നെ കുറേ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മോട്ടോർ വാഹന വകുപ്പും പോലീസിൻ്റെ സഹായത്തോടെ
ഓപ്പറേഷൻ നൈറ്റ് റെയ്ഡേഴ്സ് എന്ന പേരിൽ കർശന പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ 259 കേസുകളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. 3,74,000 രൂപ ഇതിനകം തന്നെ പിഴയടിസ്ഥാനത്തിൽ ഈടാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ പരിശോധനാ സംവിധാനം ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണം പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഒന്ന്, സ്റ്റേജ് കെയറേജ് എന്ന നിലയിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുക. ഇപ്പോഴത്തെ മോട്ടോർ വാഹന നിയമമനുസരിച്ച് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വളരെ ലളിതമാണ്. കേരളത്തിൽ ഓടുന്ന ഈ കല്ലട ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്രാവൽസുകാരുടെ ബസ്സുകൾ ഏതാണ്ട് പകുതിയിലധികവും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. AR എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ രജിസ്റ്റർ ചെയ്യുകയും അവിടുത്തെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പെർമിറ്റ് ഉപയോഗിച്ച് കേരളത്തിൽ സർവീസ് നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്. പക്ഷേ അത് ഓൾ ഇന്ത്യ മോട്ടോർ വാഹന നിയമത്തിലെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള പരിമിതികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവരവകാശപ്പെടുന്നത് ഇവർ നേരിട്ട് യാത്രക്കാരുമായി ഒരു കരാറിലും ഇല്ല എന്നാണ്. അതിനവർ LAPT ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഏജൻസികൾ അവർക്ക് വേണ്ടി ആളുകളെ ബുക്ക് ചെയ്യുകയും ബുക്ക് ചെയ്ത യാത്രക്കാരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആ ബസ്സിൽ കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫലത്തിൽ അത് സ്റ്റേജ് കെയറേജ് എന്ന നിലയിലേക്ക് പരിവർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഈ ട്രാവൽസുമായി അവർക്ക് നേരിട്ട് ബന്ധമില്ലാത്ത വിധം ഒരു വളഞ്ഞ വഴിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചത് ഇത്തരത്തിലുള്ള ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ ലൈസൻസ് ഇല്ലാതെയും ഒരേ ഏജൻസിയുടെ പേരുപയോഗിച്ച് പല സ്ഥലങ്ങളിലായി ബുക്കിംഗ് സെൻറ്ററുകൾ സ്ഥാപിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനവും ഈ പരിശോധനയിലൂടെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുക. ഇതിനകം തന്നെ 46 ടിക്കറ്റ് ഇഷ്യൂയിങ് ഏജൻസികളെ ഇത്തരത്തിലുള്ളവർക്ക് കണ്ടെത്തുകയും ലൈസൻസ് ഇല്ലാത്തവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് ഒരാഴ്ചക്കകം മതിയായ രേഖകളോടുകൂടി ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസിന് ഒരാഴ്ചക്കകം കൃത്യമായ ശരിയാം വണ്ണം പ്രതികരിച്ചില്ലെങ്കിൽ അവരുടെ അത്തരം ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരം ലൈസൻസ് ലഭിക്കുന്നതിന് വലിയ കർശനമായ നിബന്ധനകളൊന്നും ഇപ്പോൾ വ്യവസ്ഥാപിത നിബന്ധനകൾ ഇപ്പോഴില്ല. അപ്പോൾ അടിയന്തരമായും ഇന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇത്തരം ലൈസൻസിൻ്റെ നിബന്ധനകൾ സുവ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള
ഒരു പുതിയ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിലേക്ക് ശ്രമങ്ങൾ തുടങ്ങണമെന്നാണ്. കാരണം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം. അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അത്തരം ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി അങ്ങനെ വരുമ്പോൾ ആ ഗൈഡ് ലൈൻസ് ലംഘിക്കുന്നത് ഒരു നിയമലംഘനമായി കണക്കാക്കി അവരുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതാണ് ആ കാര്യത്തിലുള്ളത്. പിന്നെയുള്ളത്, ഈ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് തന്നെ, കോൺട്രാക്ട് കാരേജ് എന്ന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് തന്നെ അവർ ഗുഡ്സ് സർവീസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഗുഡ്സ് കാരേജ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടത്തിയപ്പോൾ ഇന്നലെ തന്നെ കുറേയേറെ കേസുകൾ കണ്ടെത്തുകയും അവരുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചരക്ക് വാഹനമായി കോൺട്രാക്ട് കാരേജുകളെ ഉപയോഗപ്പെടുത്തുന്നതിനെ കർശനമായി ചെറുക്കാനാവശ്യമായ പരിശോധനാ നടപടികൾ 24 മണിക്കൂറും ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് 2 ഘടകങ്ങളുടെ സഹായം ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് പോലീസിൻ്റെ സഹായവും 2 നികുതി വകുപ്പിൻ്റെ സഹായവും. കാരണം ഇവർ ഈ വേ ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതെയാണോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നതുകൂടി പരിശോധിച്ചാൽ നിയമലംഘനവും കണ്ടുപിടിക്കാം, നികുതി വെട്ടിപ്പും കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീടുള്ളത്, ഇവർ ഒരു ബസ്സിലും സ്പീഡ് ഗവർണർ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന, ഇവർ ലൈസൻസ് എവിടെയായിരുന്നാലും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കുന്നില്ലെങ്കിൽ അത് നിയമലംഘനമായി കണക്കാക്കിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊരു കാര്യം പരാതിയായി വന്നിട്ടുള്ളത്, ഇവരെപ്പോഴാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എവിടെയാണ് വാഹനം നിർത്തുന്നത് എന്നത് സംബന്ധിച്ച് യാത്രക്കാർക്ക് യാതൊരു മുൻ ധാരണകളും ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പല അസൗകര്യങ്ങളും യാത്രക്കാർക്ക് ഉണ്ടാകുന്നു എന്നതാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സർവീസ് നടത്തുന്ന, ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും അത്തരം ബസ്സുകളിൽ GPS ഈ ജൂൺ മാസം, ജൂണല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്, ജൂൺ 1-ാം തീയതി മുതൽ എങ്കിലും, കാരണം അവർക്ക് നമ്മൾ സഫീഷ്യൻ്റായ സമയം കൊടുക്കുക, നമ്മൾ സമയം കൊടുത്തില്ല എന്ന പരാതി ഒന്നും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ജൂൺ 1-ാം തീയതി മുതൽ അതില്ലെങ്കിൽ അതിൻ്റെ പേരിലും നമുക്ക് നടപടികൾ സ്വീകരിക്കാം. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചത് ചുരുക്കത്തിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ കേരള ഗവൺമെൻറ്റിന് ഇവരെ നിയന്ത്രിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഉയർന്നു വന്നിട്ടുള്ളൊരു വലിയ പരാതി അമിതമായ ചാർജ് ഈടാക്കലാണ്. അമിതമായ ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് സ്റ്റേജ് കാരേജസിന് മാത്രമാണ്, സ്റ്റേജ് കാരേജസ്, ഓട്ടോറിക്ഷകൾ, ടാക്സി, കാറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കാരേജുകൾക്ക് നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്, ഇവർക്ക് നിരക്ക് നിശ്ചയിക്കാമോ, അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിശ്ചയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മുടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ന്യായമായ ഒരു നിരക്ക്, ഒരു ടിക്കറ്റിനല്ല, ഒരു ടിക്കറ്റിനാകുമ്പോൾ ഇൻഡിവിജ്വൽ ടിക്കറ്റ് ആകുമ്പോൾ അത് കോൺട്രാക്ട് കാരേജ് ആവും. അപ്പോൾ കോൺട്രാക്ട് കാരേജ് എന്നതിനെ സ്റ്റേജ് കാരേജ് എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കാൻ ഇടയാകാത്ത വിധത്തിൽ എങ്ങനെ നമുക്ക് ഒരു മാക്സിമം റേറ്റ്, മിനിമം റേറ്റ് അങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടി ഉള്ള സാധ്യതകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടും എന്നാൽ ഈ ഗൈഡ് ലൈൻസ് ഇറക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിൽ, എക്സിക്യൂട്ടീവ് നടപടികളിലൂടെ ചില കാര്യങ്ങൾ, ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. കാരണം നമ്മുടെ ലൈസൻസ്, LAPT, ഈ സെൻറ്ററുകൾക്കുള്ള മാർഗനിർദ്ദേശം തുടങ്ങിയതൊക്കെ നമുക്ക് തന്നെ നിർണ്ണയിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയൊക്കെ നിർണ്ണയിച്ചുകൊണ്ട്, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ എല്ലാം ഉദ്ദേശം
നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ളതും യാത്രക്കാരുടെ സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പുവരുത്തുന്ന വിധത്തിലല്ല ഈ സ്ഥാപനവും സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റും. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥാപനം, ഒരു സ്ഥാപനം മാത്രമല്ല, സമാനമായ രീതിയിൽ സർവീസ് നടത്തുന്ന പല സ്ഥാപനങ്ങളും സമാനമായ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിനെതിരെയുള്ളൊരു നടപടി എന്ന നിലക്കല്ല, ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന അനധികൃതമായ നിയമലംഘനങ്ങൾ നടത്തുന്ന കോൺട്രാക്ട് കാരേജുകൾക്കെതിരെ എന്ന നിലയിൽ തന്നെ നമ്മളതിനെടുക്കുക. ആരോടെങ്കിലും ഒരാളോട്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏർപ്പാടായിട്ട് നമ്മളതിനെ കാണുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടു, സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടികൾ സ്വീകരിച്ചതെങ്കിലും ഈ ഒരു സ്ഥാപനത്തോടല്ല, സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സർവീസ് നടത്തുന്ന ആരായിരുന്നാലും അവരോടെല്ലാം ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അന്തർ സംസ്ഥാന സർവീസുകൾ ജനങ്ങൾക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതിനാണ് ഊന്നൽ. അനുബന്ധമായി നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇവരെ യാത്രക്കാർ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അതിന് പ്രധാന കാരണം KSRTCയെ പോലെ വിശ്വസനീയമായ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ സേവനം ഇവിടെ അപര്യാപ്തമായതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിച്ചത് അന്തർ സംസ്ഥാന സർവീസുകളിൽ നിസ്സാര കാരണങ്ങളാൽ സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്നത് ഇനി ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ പകരം ബസ്സുകൾ, എക്സ്ട്രാ ബസ്സുകൾ കരുതി വെച്ചുകൊണ്ട് സർവീസ് നടത്താനുള്ള സംവിധാനം ഒരുക്കണം. ഇപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനിടയിൽ അത്തരത്തിലുള്ള 3 ബസ്സുകൾ മാത്രമാണ് ഓടാതിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പത്തനംതിട്ടയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ ബസ് ആക്സിഡൻ്റായി അത് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി 2 ബസ്സുകൾ നാളെയും മറ്റന്നാളുമായി സർവീസ് നടത്തുന്നതിനുള്ള ഏർപ്പാട് കഴിഞ്ഞു. അത് വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ബസ്സാണ്. അവരോട് ഇല്ലെങ്കിൽ അവർക്കൂടെ അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് നമുക്ക് നിർത്തലാക്കേണ്ടി വരും എന്ന നിലയിലുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ പകരം ബസ് തരാൻ അവരാണ് ബാധ്യസ്ഥർ. വെറ്റ് ലീസ് അടിസ്ഥാനത്തിൽ നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബസ് കേടുവന്നാൽ പകരം ബസ് തരേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഉടമസ്ഥന്മാർക്കാണ്. അത് ഇതുവരെ തന്നിട്ടില്ല. അത് തരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്ന നിലക്കുള്ള മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നതാണ്. കൂടുതൽ സർവീസുകൾ നടത്താൻ എങ്ങനെ സാധിക്കുമെന്നത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന തലത്തിലുള്ള ചർച്ചകളും എഗ്രിമെൻറ്റും ആവശ്യമാണ്. അത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിമാർ തലത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശവും ഇന്ന് നൽകിയിട്ടുണ്ട്. മറ്റൊരു വലിയ പോരായ്മയായി പാസഞ്ചേഴ്സ് അസോസിയേഷൻകാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള തീവണ്ടി ഗതാഗതത്തിൻ്റെ അപര്യാപ്തതയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് റെയിൽവേ ബോർഡ് ചെയർമാനുമായി സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഈ യാത്രാ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പ്രത്യേകമായ ഡൽഹിയിൽ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകമായി സമയം ചോദിച്ചുകൊണ്ട് കൊച്ചി മെട്രോയുടെ കാര്യവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിനാണ്, പിന്നൊരു കൊങ്കൺ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നവും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏത് തരത്തിലായാലും യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുക, അത് KSRTC ബസ്സിലായാലും സ്റ്റേജ് കെയറേജസിലായാലും ഏതുതരം സ്റ്റേജ് കെയറേജസിലാണ്, അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെയും അത്തരം സഹകരണം ഉണ്ടാകണം. എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ഇതിനൊരു റിവേഴ്സ് വരാനുണ്ട്. കല്ലട ബസ്സിലെ അക്രമം അപലപനീയമാണ് എന്നാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്.